ഇത് നമ്മുടെ സനജ് ലെമൺ അഫീഫ് ഇത് നമ്മുടെ അഫീഫ് കർമ്മമായിട്ട് പോണ്ടു ജി ഹായ് മട്ടിക്കുഞ്ഞ് മട്ടിക്കുഞ്ഞ് ഹൗ ആർ യു മട്ടിയുടെ ശരിക്കും പേര് കിരൺ ഒരു കുളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് സനജ് ചാടാ നമുക്ക് ഞാനാണ് അവരോട് ഇങ്ങനെ ഒരു വൈകിട്ട് പറയുക അവരാകെ പെട്ടുപോയി ഏതാണ്ട് ഡാൻബാക്കിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്ന ലൊക്കേഷൻ പോരാ എങ്ങനെയുണ്ട് വഴി സോറി ആലത്തൂർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് പോരുമ്പോൾ സർവീസ് റോഡ് പിടിച്ച് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും അവിടെ അടിപൊളി ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഉണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ചായയും സൂപ്പറായിരുന്നു ഒരാൾക്ക് 40 രൂപക്ക് ഫുള്ളായി അടിപൊളി നല്ല ഫുഡ് അപ്പോൾ ഒരു ചേച്ചി ഒരു മോനാണ് ഈ കടയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അടിപൊളി ഒന്നും പറയാനില്ല രക്ഷയില്ല കട്ട വെയിലാണ് അത് കാരണം എല്ലാവരും മാടി ചവിട്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഡിസ്റ്റൻസാണ് കവർ ചെയ്യാൻ പറ്റുള്ളൂ പാലക്കാട് എത്തിയിട്ടില്ലെപ്പോഴും ഇനിയിപ്പോൾ ഒന്ന് നൈസായിട്ട് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചിയുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി ഇവിടെ അടിപൊളി ഊണാണ് തോന്നുന്നത് കഴിച്ചിട്ട് ഭയങ്കര പ്ലാനിങ്ങാണ് ഒന്നും നടക്കും തോന്നുന്നുണ്ട് പാലക്കാട് ടൗൺ ടച്ച് ചെയ്യാണ്ട് ബൈപ്പാസ് പിടിച്ച് പോവായിരുന്നു അടിയിൽ കൂടെ സർവീസ് റോഡ് പിടിച്ച് പോവായിരുന്നു അപ്പോൾ നമുക്കൊരു പണി കിട്ടി അടിയിൽ റോഡിൽ നിന്ന് പോയി അപ്പോൾ എന്ത് ചെയ്ത് അടിയിൽ കൂടെ നടപ്പാതുണ്ടായി അതിൽ കൂടെ പതുക്കെ സൈക്കിൾ ചവിട്ടി പോന്ന് പതുക്കെ കുറച്ച് തള്ളിയും അങ്ങനെ പോന്നു രക്ഷയില്ല കേട്ടോ പാലക്കാടിന് നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് എന്തായാലും
സൈക്കിള് നമ്മൾ ഒന്ന് ട്രക്കിൽ കയറ്റി കുറച്ച് ദൂരം ഒന്ന് പെട്ടെന്ന് ഡെക്കാത്തലോണിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രക്കിൽ കയറ്റിയിട്ട് സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലേ യാത്ര. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഓൾ ഇന്ത്യ ട്രിപ്പൊന്നല്ല, എന്നാലും അതിങ്ങനെ പറയുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ ടോട്ടലി അടിച്ച് പൊളിയിട്ടാ, രക്ഷയില്ല. സൈക്കിള് ഇച്ചിരി കുറഞ്ഞതായതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സൈക്കിളിൻ്റെ പേരിൽ. പക്ഷേ എന്നാലും നമ്മൾ മൈൻഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിറങ്ങിയാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഹൈക്കിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കാലം മുൻപേ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ സൈക്ലിംഗ് ഒരുവിധം എല്ലാവർക്കും ലേശം ക്രൈസാണ്. പക്ഷേ ആരുടെ കയ്യിലും അത്ര അടിപൊളി സൈക്കിളൊന്നും ഉണ്ടായിട്ടുമില്ല. സാധാ മൈ ബൈക്ക് മാത്രമേ ഉള്ളൂ, സിറ്റി ബൈക്കാണത്. അപ്പോൾ അത് മാത്രമാകെ എല്ലാവരും ഉള്ളൂ. ഉള്ള ബൈക്ക് വെച്ച് നമുക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തത് എങ്ങനെയാണ്, ഹിച്ച് ഹൈക്കിങ്ങും സൈക്ലിങ്ങും ഒക്കെ ആയിട്ട് നമുക്കൊരു അടിപൊളി ട്രിപ്പ് വളരെ കാശ് കുറവിന് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ്. അങ്ങനെ ആദ്യമായിട്ട് സൈക്കിൾ ഓടിക്കണം, അടിപൊളി. ഇന്ത്യയിലുള്ള സ്റ്റാൻഡേർഡ് ഡ്രൈവ് ആയിട്ടുള്ള ഒരു വണ്ടിയാണത്. ട്രെയിനായിരിക്കും അല്ലേ? നീലാംബൂറാണ്, നീലാംബൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഡെക്കാത്തലോണിലോട്ട് പോവുകയാണ്. ചിലപ്പോൾ ഇന്ന് സ്റ്റേ കിട്ടാൻ ചാൻസ് ഉണ്ട്. കോയമ്പത്തൂർ ഡെക്കാത്തലോൺ എത്തിയിട്ടാണ്. അടിപൊളി നല്ല സ്ഥലമാണ്. ആദ്യമായിട്ടാണ് നമ്മൾ കോയമ്പത്തൂർ ഡെക്കാത്തലോണിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ സ്വിഗ്ഗി ഓർഡർ ചെയ്തു. കുറച്ച് കൂപ്പൺസ് ഒക്കെ ഉണ്ടായിരുന്നു. 90 റുപ്പീസിന് ബിരിയാണി കിട്ടിയപ്പോൾ അങ്ങനെ സെറ്റാക്കി. ആ കാണുന്നത് കനിയൂർ ടോളാണ്. കനിയൂർ ടോളിൽ നിന്ന് കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു അടിപൊളി ടോയ്ലറ്റ് ഉണ്ട്. നല്ല ക്ലീൻഡാണ്. സ്വച്ഛ് ഭാരത് പദ്ധതിയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചാർജിങ് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഗൈസ്, നമുക്ക് ഈ ടോൾ പ്ലാസയിൽ ഒരു 4-5 മണിക്കൂർ പോസ്റ്റ് കിട്ടി. 1 മണിക്കൂറിനുള്ളിൽ 2 ഭാരത് ബെഞ്ച് മലയാളികളാണ്. അവർ സേലത്തിൽ ലോഡ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ വരെ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് അവർ 1 മണിക്കൂറിനുള്ളിൽ എടുക്കുമെന്ന് പറഞ്ഞ്. പക്ഷേ ഒരു 4-5 മണിക്കൂർ അവരൊന്ന് ഉറങ്ങിപ്പോയി. അതിൻ്റെ പേരിൽ നമുക്കവിടെ ഒരു കിടിലം പോസ്റ്റ് കിട്ടി. കൊതുകടിയും കൊണ്ട് അവിടെ കിടക്കേണ്ടി വന്നു. രാത്രി 1 മണി തൊട്ട് ഒരു 4-4:30 വരെ അവിടെ കിടക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് അവിടുന്ന് രാവിലെ നല്ലൊരു അടിപൊളി യാത്ര നമുക്ക് ഭാരത് ബെഞ്ചിൽ അവർ തന്ന്. എന്താണ് അടിപൊളി AC ഒക്കെ ഇട്ട് സുഖമായിട്ട് ഞങ്ങൾ ഉറങ്ങുകയും ചെയ്തു. കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. ആ ഒരു ദൃശ്യങ്ങളെല്ലാം എന്തായാലും പാർട്ട് 2-ലുണ്ടാവും. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.